നാടകമായിരുന്നു, അതൊക്കെ നന്നായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് ഡാൻസ് കണ്ടു, അതും വളരെ നന്നായിരുന്നു. എല്ലാ കുട്ടികളും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, അത് ജനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. എന്റെ അടുത്തോ ആരാണത്? മലയാളിയാണ് ഞാൻ. എന്റെ ഒരു അബദ്ധം നോക്കിയ, ഞാൻ അറബിയാരോട് ചോദിക്കാണ് വേറെ ആർ യു കമ്മിങ് ഫ്രം എന്ന്. ഇൻഷാ അല്ലാ അറബിയല്ല, പറ്റിച്ചു. ഇതിപ്പോ നാടോടിക്കാറ്റുള്ളത് കാണത്തില്ലേ രാജീവ് ഷാദെ? ഞാൻ ആ സർപ്രൈസ് ആയി പോയി. എനിക്ക് ഈ ചെന്നൈയിൽ ചെന്നൈയിൽ തീരത്തിറങ്ങിയ മത്സരാർത്ഥിയാണോ? മത്സരം നമുക്ക് വിശദമായി ചോദിക്കാം, ഞാനും ഞെട്ടി നിൽക്കുകയാണ്. ഓക്കെ. അപ്പോ എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ചോദിക്കാം. അപ്പോ മോഹൻലാലും ശ്രീനിവാസനാണോ എനിക്കറിയില്ല. മാമുക്കോയ ഗൾഫിൽ ഇറക്കാന്ന് പറഞ്ഞോണ്ട് ചെന്നൈ തീരത്തോട്ട് ഇറക്കി വിട്ടു. അടുത്തുണ്ടോ? അറബി പോയി. ഹലോ, ഇല്ല അറബിയെ വിട്ടിട്ടില്ല. അടുത്ത ഫ്രെയിമിലുണ്ട്. ഞാൻ പിടിച്ചു. അറബി വേഷം കെട്ടി ഇറങ്ങിയത്. പേരെന്താ? അമ്പിളി എന്നാണ് എന്റെ പേര്. അയ്യോ, അറബിയുടെ പേര് അമ്പിളിയാണത്രേ, അമ്പിളി. എല്ലാരും ഒന്ന് ചിരിച്ചേ. എന്താ ഈ വേഷം കെട്ടി ഇറങ്ങിയത്? ഞാൻ നമ്മളെ കൊല്ലത്തിന്റെ ഉത്സവല്ലേ, അപ്പം ഒരു കൊഴുക്കാൻ വേണ്ടി കലക്കണമല്ലോ. ഞാൻ എല്ലാ പരിപാടിക്കും ഇങ്ങനെ പ്രത്യേക പല വേഷങ്ങളിൽ ഇറങ്ങാറുണ്ട്. അല്ല, ഇതുകൊണ്ട് വേഷം കിട്ടി സ്വയം ശ്രദ്ധേയനാകുക എന്നുള്ള ഒരു സ്വയം തള്ളാണോ, അതോ വേറെ എന്തെങ്കിലും സന്ദേശം കൊടുക്കണ്ടോ? സന്ദേശമല്ല, തീർച്ചയായിട്ടും ആൾക്കാരുടെ ഒരു കമന്റ് കിട്ടാൻ വേണ്ടിട്ട് മാത്രം. ഒരു കമന്റ് കിട്ടാൻ വേണ്ടിയാ? സമ്മതിച്ചു. കമന്റ് നമ്മൾ സ്വയം നമ്മളെ പുകഴ്ത്തിയേ പറ്റുള്ളൂ. എങ്ങനെ? നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ രംഗത്തിറങ്ങിയല്ലേ നമ്മളെ അറിയപ്പെടൂ. അതെ, നമ്മൾ രംഗത്തിറങ്ങിയാലേ നമ്മൾ ഇറങ്ങിയുള്ളൂ, അത്രേ ഉള്ളൂ. വീട്ടിലിരുന്ന് ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. വീട്ടിലിരുന്ന വീടിന്റെ മൂലക്ക് ഇരിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ നമ്മളെ ഇറങ്ങി തിരിച്ചു. അപ്പൊ അമ്പിളിച്ചേട്ടൻ ഇറങ്ങി തിരിച്ചത് എല്ലാ ഇതുപോലെ വേഷം കിട്ടി. ഏതൊക്കെ വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്? ഞാൻ പഞ്ചാബി വേഷം കിട്ടിയിട്ടുണ്ട്, സർദാർ, അങ്ങനെ പല വേഷങ്ങളിലും. എന്നിട്ട് എവിടേക്കാ പോകുന്നത് ആൾക്കാരെ പറ്റിക്കാൻ? പറ്റിപ്പോന്നല്ല, ഇങ്ങനെയുള്ള ഉത്സവ സ്ഥലങ്ങളിൽ തന്നെയാണ്. കൊല്ലം ആശ്രാമം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തട്ടകമാണിത്. ആശ്രാമം എന്ന് പറയുന്നത് നമുക്കൊരു ക്ലബ്ബുണ്ട്, ജസ്റ്റ് മൂവ് എന്ന് പറയുന്ന ക്ലബ്ബുണ്ട് ഇവിടെ. അതിനകത്ത് റണ്ണിങ്, വാക്കിംഗ് ഒക്കെയാണ് നമ്മുടെ പരിപാടികൾ. നമ്മൾ സ്ഥിരം ഇവിടെ തന്നെയാണ്, ആശ്രാമം തന്നെയാണ്. ഓക്കെ, അജിംഷാദ് കണ്ടുപിടിച്ച അറബി ഞാൻ മറന്നുപോയി, ഞാൻ കണ്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അജിംഷാദിന് 1 മാർക്ക്. അപ്പൊ അമ്പിളിച്ചേട്ടൻ അറബി താളം ഇട്ട് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കാവോ? അറബി താളം ഒന്ന് കാണിച്ചേ. അറബി പാട്ട് എങ്ങനെയാ? പാട്ട് അറബിയിലെ ABCD അറിയില്ലെന്നാ പറയുന്നത്. അറബിയുടെ ABCD അറിയില്ല. അറബി ഭാഷ അറിയാവോ? മറ്റുള്ള നാട്ടുകാരിലേക്കും മറ്റ് അധ്യാപകരിലേക്കും പിന്നാമ്പുറങ്ങൾ കലാകാരന്മാർക്ക് ഊർജ്ജമാകുന്നവരിലേക്കും ഒക്കെ ഒന്ന് പോകാം, മൈക്ക് കൊടുക്കാം. ഓക്കെ, പോകാം, തീർച്ചയായിട്ടും. അറബി ചേട്ടാ, ഞാൻ തിരിച്ചു വരാം. ഒന്ന് പറഞ്ഞേ, എന്താ പറയാനുള്ളത്? പെട്ടെന്ന് പറഞ്ഞു, പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പറഞ്ഞു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1 മുതൽ 10 വരെയാണ്. അറബിയൊക്കെ അറിയാം. ഞാൻ പറഞ്ഞത് ഞാൻ പിൻവലിച്ചു. ഞാൻ പറഞ്ഞ അറബിയുടെ ABCD അറിയില്ല. എന്നാലും ചേട്ടൻ അത്യാവശ്യം കയ്യില് ഒരു പൊടിക്കുള്ള സാധനം ഉണ്ട്. ഓക്കെ, നമുക്ക് ചേട്ടന്റെ